നമ്മൾ ആരായി തീരണം എന്ന് തീരുമാനിക്കുന്നത് ബാക്കിയുള്ളവരാണ്. സത്യമാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കോഴിക്കൂട്ടിൽ ജനിച്ച ഒരു പരുന്തിന്റെ കഥ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം, പരുന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. ഇതിന് അത്യാവശ്യം നല്ല രീതിക്ക് ആകാശങ്ങൾക്ക് മുകളിൽ ഇതിന് പറക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ ഇത് ജനിച്ചതൊരു കോഴിക്കൂട്ടിലാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ കോഴികളായിട്ട് വളർന്ന് ഇത് കോഴികളുടെ പോലെ തന്നെ ആവുകയാണ്. പുള്ളിക്കാരൻ ലാസ്റ്റ് മറന്നു പോവാണ് ഞാനൊരു പരുന്താണെന്നുള്ള കാര്യം. പുള്ളിക്കാരൻ മറന്നു പോവാണ്. ഇത് കോഴികളുടെ ഒപ്പം നടന്ന് കോഴികളുടെ പോലെയാണ് ഭക്ഷണം കഴിക്കുന്നത്, കോഴികളുടെ പോലെയാണ് നടക്കുന്നത്. സോ എല്ലാം കോഴികളുടെ പോലെ ആയി തുടങ്ങി. സോ ഇതേപോലെ തന്നെയാണ് നമ്മളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കൂട്ടിൽ ജനിച്ചൊരു പരുന്തിൻ്റെ പോലെയാണ്. നമ്മൾ നല്ലൊരു സർക്കിളിൽ ചെന്ന് പെട്ടിട്ടില്ല എന്നാണെങ്കിൽ ഓക്കെ. സോ നമ്മുടെ സർക്കിളാണ് നമ്മളെ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. സോ നിങ്ങളെ വളരാൻ അനുവദിക്കാത്തൊരു സർക്കിളാണെന്നാണെങ്കിൽ നിങ്ങൾ ബെറ്റർ ആ സർക്കിൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ ആ സർക്കിളിൻ്റെ ഒപ്പം നടന്നിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ നടക്കുകയുള്ളൂ. നിങ്ങൾ എന്ന് അത് ബ്രേക്ക് ചെയ്ത് ആ പരുന്തിൻ്റെ പോലെ ആകാശത്തിന് മുകളിൽ പറക്കാൻ തുടങ്ങുന്നോ അന്ന് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയി തുടങ്ങും. സോ ബെറ്റർ നിങ്ങളുടെ സർക്കിളിനെ നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങളെ വളരാൻ അനുവദിക്കുന്ന സർക്കിളാണെങ്കിൽ മാത്രം അവിടെ നിൽക്കുക. ഇല്ല എന്നാണെങ്കിൽ അതിന് ചേഞ്ച് ചെയ്യുക. വേറെ പ്രശ്നങ്ങളൊന്നും വിചാരിക്കരുത്.